ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് വൃത്തിയുമായി ബന്ധപ്പെട്ട് പരാതികളില്ല. 24 മണിക്കൂറും പ്രവർത്തിച്ച് ശബരിമലയും സന്നിധാനവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്ന വോളണ്ടിയർമാർക്കാണ് ഈ നേട്ടത്തിന്റെ ഫുൾ ക്രെഡിറ്റ്. തോരാത്ത മഴയിലും വിശ്രമമില്ല. ശബരിമലയെ ക്ലീനാക്കി മാറ്റുന്നതിൽ വിശുദ്ധി സേന അംഗങ്ങൾക്കും ദേവസ്വം ബോർഡിന്റെ മരാമത്ത് ജീവനക്കാർക്കുമാണ് ഫുൾ ക്രെഡിറ്റ്. 24 മണിക്കൂറും ഒരു നിശ്ചിത പരിധി ഇടവേളകളിൽ അവർ ഡ്യൂട്ടി പോയിന്റുകളിൽ തന്നെ ആൾ നിർത്തി അപ്പോൾ ഇടുന്ന പ്ലാസ്റ്റിക് പോലും പറക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയും പരിസര പ്രദേശങ്ങളും ഇന്ന് കാണുന്നത് പോലെ ശുദ്ധമായിരിക്കുന്നത്. തീർത്ഥാടകരും സംതൃപ്തിയാണ് വൃത്തിയുടെ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നത്. നല്ല വൃത്തിയുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഒത്തിരി ഒന്നുമില്ല. ശബരിമലയുടെ ശുചീകരണ പ്രവൃത്തിയിൽ ചെറുതല്ലാത്തൊരു പങ്ക് പവിത്രം ശബരിമല പദ്ധതിക്കുമുണ്ട്. ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് പവിത്രം ശബരിമല പദ്ധതി നടപ്പാക്കുന്നത്. സന്നിധാനത്തെ 17 മേഖലകളായി തിരിച്ചാണ് വിശുദ്ധി സേനയുടെ പ്രവർത്തനം. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലാണ് വിശുദ്ധി സേനാംഗങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 11:15. ഹരിവരാസനം പാടി നടയടച്ച ശേഷം ദേവസ്വം ബോർഡ് ജീവനക്കാർ സന്നിധാനം ശുചീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയിട്ടും ശബരിമല മാലിന്യ മുക്തമാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം കൈലി ന്യൂസിനു വേണ്ടി സുജു ടി ബാബു, സന്നിധാനം.